ജ്ഞാനാഞ്ജനശലാകേയം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് ഇന്ന് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 55-ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. ഈ 55-ാമത്തെ ശ്ലോകം എത്തിയപ്പോഴേക്കും അർജുനൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു സ്ഥിതപ്രജ്ഞനെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നതാണ് നമുക്കിന്ന്. ആ സ്ഥിതപ്രജ്ഞന്റെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ അതിനു മുമ്പ് ഈ ഒരു അധ്യായം അതിനെ നമ്മൾ എങ്ങനെയാണ് വിശദീകരിച്ച് പഠിച്ചത്? നിങ്ങളെല്ലാം ഈ അധ്യായം നന്നായി പഠിച്ചു കഴിഞ്ഞിരിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും അതിനെ നമുക്കൊന്ന് പിരിച്ച് അതെങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് ഓർക്കാം. നിങ്ങളതൊന്ന് ഓർക്കുക എല്ലാവരും. ഹരേ കൃഷ്ണ. അപ്പം നമ്മളെ എല്ലാവരെയും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തിൽ നമ്മള് ആദ്യം 1 തൊട്ട് 10 വരെയുള്ള ശ്ലോകങ്ങള് നമ്മളതെടുത്ത് നോക്കിയാല് നമുക്കറിയാം. ആദ്യമേ ഒരു സംസാരം അർജുനനും ഭഗവാനുമായിട്ടുണ്ടാകുന്നു. അങ്ങനെ ആ 10-ാമത്തെ ശ്ലോകത്തിനകത്ത് 7-ാമത്തെ ശ്ലോകത്തോടുകൂടി എന്ത് ചെയ്യുന്നു? ഗുരുവിനെ സറണ്ടർ ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു അല്ലെ. ആദ്യമേ ഭഗവാൻ ചോദിക്കുന്നു, കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന എന്നൊക്കെ ചോദിക്കുന്നു. അതുപോലെ ക്ലൈപ്യം ആസ്മഗമപാർത്ത നെയ്തത്വയുപപത്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിനക്ക് എങ്ങനെയാണ് ഈ ക്ലൈപ്യ സ്വഭാവം ഉണ്ടായത്? ജീവിതത്തിന്റെ മൂല്യം അറിയുന്ന ഒരു വ്യക്തിക്ക് ഇത് സംഭവിക്കുന്നതല്ല. നീ ജീവിത മൂല്യം അറിയുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അർജുനനെ എൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഈ ക്ലൈപ്യത്തിൽ നിന്ന് ആ ക്ലൈപ്യ സ്വഭാവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അർജുനനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് കൃഷ്ണൻ അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞു അവിടെ നമ്മൾക്ക് കാണാം 1 തൊട്ട് 10 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം അതിനെ എങ്ങനെയാണ് ഗുരുവിനെ സറണ്ടർ ചെയ്യുന്ന ആ കാർപ്പണ്യദോഷോപഹത സ്വഭാവ ആ ശ്ലോകം വരുന്നതോടുകൂടി അവിടെ അതിനെ ആ ഓരോ വാക്കുകളെയും അവിടെ സാധൂകരിക്കുക എന്ന് പറയും. നമ്മൾ അതിനെല്ലാം വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്, അതിനെല്ലാം നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 3ഉം ഭഗവാൻ കൃഷ്ണൻ അവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യമേ നമുക്കറിയാം ഓരോ ഇതിലെ ഓരോന്നും പറയുമ്പോൾ ഓരോ ശ്ലോകത്തിനെയും അതിനെ വാലിഡേറ്റ് ചെയ്ത് അതിനെ സാധൂകരിച്ച് അതിൻ്റെ ആ ഓരോ വാക്കുകളെയും അതിൻ്റെ ഓരോ മീനിങ്സിനും അർത്ഥം എല്ലാം വ്യക്തമാക്കി അതിനെ സാധൂകരിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ അതിനെ എങ്ങനെയാണ് ഇതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത്, അതിൻ്റെ ഓപ്റ്റിമൈസ് ആയിട്ടുള്ള വശം എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും ഭഗവാൻ പറയുന്നതായി നമുക്ക് കാണാം. അതുപോലെ അതിനെ ഓരോന്നിനെയും ഓരോ രീതിയിൽ നിയന്ത്രണം ഏത് രീതിയിലേക്ക് പോകുന്നു അങ്ങനെ ഓരോ ശ്ലോകത്തിൻ്റെയും പ്രത്യേകത നമുക്കവിടെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് 11 തൊട്ട് 30 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് സാഖ്യയോഗമാണ് നമ്മളവിടെ കാണുന്നത്. ആത്മാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ
പറഞ്ഞത് കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാപാദാംശ ഭാഷസേ ഗതാസൂന ഗതാസുഞ്ച അനുശോചന്തി പണ്ഡിത എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമാന്മാരായ ആൾക്കാർ മരിച്ചവരെ കുറിച്ചോ ജീവിച്ചിരിക്കുന്നു അങ്ങനെ ഒന്നും ദുഃഖിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അർജുനനെ ഉയർത്താൻ നോക്കുന്നതും നമ്മൾ ഈ 30 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആത്മാവിന്റെ പ്രത്യേകതകളെ കുറിച്ച്, ആത്മാവ് എന്താണ്, ശരീരം എന്താണ്, ഈ ദേഹം ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നാശമില്ലാത്തതാണെന്നും നശിക്കുന്നത് എന്താണെന്നും നാശമില്ലാത്തത് എന്താണെന്നും അതിനെക്കുറിച്ച് വളരെയധികം വ്യക്തമായിട്ട് സാഖ്യയുഗത്തിൽ ആത്മാവിനെയും ശരീരത്തെയും വേർതിരിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ 30ാമത്തെ ശ്ലോകം വരെ നമ്മള് ദേഹിയെ കൊല്ലാനാകില്ല, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ 31 പിന്നെ നമ്മൾ അതിനെ അപ്പൊ 30ാമത്തെ ശ്ലോകം വരുമ്പോഴത്തേ അവിടെ സാഖ്യയോഗമാണ് അവിടെ പറഞ്ഞത്. സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ശരീരവും അതുപോലെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസത്തെ വളരെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം 31 തൊട്ട് 53 വരെ വരുമ്പോഴത്തേക്ക് ധർമ്മങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞു തന്ന മനസ്സിലാവും. ഏകദേശം 2ാം ചാപ്റ്ററിൽ ഒരുപാട് മൊത്തം ടോട്ടൽ ഭഗവത്ഗീതയുടെ ഒരു ചുരുക്കം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പം അവിടെ നമ്മൾ കാണുന്നത് ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണുന്നു. അതിൽ 31 തൊട്ട് 38 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അവിടെ കർമ്മകാണ്ഡത്തെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഭഗവാൻ കർമ്മകാണ്ഡത്തെ കുറിച്ച് കുറച്ച് ശ്ലോകങ്ങളെ എടുക്കുന്നുള്ളൂ, 31, 38. അപ്പൊ അത്ര പ്രാധാന്യം അതിന് കൊടുക്കുന്നുള്ളൂ. എന്തായാലും കർമ്മകാണ്ഡത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അവര് അതും മനസ്സിലാക്കണം. ഇപ്പൊ സാധാരണക്കാരെന്ത് പറയും, കർമ്മം നല്ലത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കെല്ലാം ലഭിക്കുക എന്നുള്ള ആ ഒരു ഇതിലുണ്ട്. നല്ല കർമ്മം ചെയ്താലുള്ള വ്യത്യാസം എന്താണ്, ചീത്ത കർമ്മം ചെയ്താലുള്ള വ്യത്യാസം എന്താണ്, അത് രണ്ടിനും പ്രത്യേകത കൊടുത്തുകൊണ്ട് അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് 31, 38. പിന്നെ അത് അടുത്തത് വരുമ്പോഴേ നിത്യധർമ്മത്തെ കുറിച്ച് എങ്ങനെയാണ് നിഷ്കാമകർമ്മം പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുന്നു. നമ്മള് അത് 39ാമത്തെ ശ്ലോകം തൊട്ട് 53ാമത്തെ ശ്ലോകം വരെയും നമ്മളത് കാണുന്നുണ്ട്. എന്താണ് നിത്യധർമ്മം എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 53ഉം പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ 39, 53 നിഷ്കാമകർമ്മത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്. ഇനി 54ാമത്തെ ശ്ലോകം തൊട്ട് 72 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയായിരിക്കണം, ഒരു ആത്മാരാമന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവൻ സമാധിസ്ഥനായിരിക്കുന്ന ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെയുള്ള ചോദ്യവും ഇവിടെ ചോദിച്ചു. ആരാ ചോദിക്കുന്നത്? അർജുനൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അർജുന വാച സ്ഥിതപ്രജ്ഞസ്യ ഖാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതതി കിം പ്രഭാഷേത കിമാസീത ബ്രജേത കിം എന്ന് ചോദിച്ചപ്പം ഭഗവാനിനി അതിന്റെ ഉത്തരം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അത് ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയായിരിക്കും, സ്ഥിതപ്രജ്ഞനായ വ്യക്തിയുടെ ദിവ്യാവബോധസ്ഥനായ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഭാഷ എന്ത്, അദ്ദേഹത്തിന്റെ സംസാരം, ഇരിപ്പ്, നടപ്പ് എന്നിവയൊക്കെ ചോദിക്കുകയാണ്. അദ്ദേഹം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി, മറ്റത് വായിക്കുന്നവർക്ക് വേണ്ടി അതിനെ മനസ്സിലാക്കി തരിക എന്നുള്ള അർത്ഥത്തിൽ അർജുനനെ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നതായിട്ട് നമുക്കിത് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ അത് അങ്ങനെ ഒരു വ്യക്തിയുടെ പരിതസ്ഥിതികളനുസരിച്ച് അങ്ങനെ ഓരോരുത്തരിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഓരോ വ്യക്തിയിലുടെയും മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പം സാധാരണ ഒരു ഭക്തൻ എങ്ങനെയായിരിക്കും, ഒരു ജ്ഞാനി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം ഭഗവത്ഗീതയിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് 55ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. 55ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറഞ്ഞു, അല്ലയോ പാർത്ഥ അല്ലയോ പാർത്ഥ, ആത്മനി എന്ന് പറഞ്ഞാൽ ആത്മാവിൽ, തന്നിൽ എന്ന് പറയാണ്, ആത്മാവിൽ, ആത്മനായേവ ആത്മന എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആത്മന അവിടെ വരുമ്പോ പരിശുദ്ധമായ മനസ്സാൽ തന്നെ തുഷ്ടനാകുക. നമ്മുടെ മലയാളത്തില് തുഷ്ട തന്നെ സന്തുഷ്ടനായിട്ടും, യഥാ
എപ്പോൾ, യാതൊരിക്കൽ, ഏതൊരു സമയത്താണോ തുഷ്ടനായിട്ടിരിക്കുന്നത്, അത് മനോഗതങ്ങളായ സർവാൻ കാമാൻ, എല്ലാ കാമങ്ങളെയും പ്രജഹാതി നല്ലവണ്ണം ത്യജിക്കുന്നുവോ, തഥാ അപ്പോൾ സഹ അവൻ സ്ഥിതപ്രജ്ഞനെന്ന് ഉച്യതേ പറയപ്പെടുന്നു. ഇത്രയും വാക്കുകളാണ് അതിനകത്ത് ഉള്ളത്. ഇപ്പം വിവർത്തനം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കീ ജയ്, ഗുരുദേവ് കീ ജയ്, പ്രഭുപാദി കീ ജയ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിയ കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ആർക്കെങ്കിലും വായിക്കണോ? വായിക്കുന്നോ ആരെങ്കിലും? അതോ ഞാൻ തന്നെ വായിക്കട്ടോ? ഹരേ കൃഷ്ണ. വായിക്കാം ആദി. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും വായിക്കണമെങ്കിലോ എന്ന് കരുതിയാണ്, അല്ലെങ്കിൽ ഞാൻ വായിച്ചിരിക്കാം. വായിക്കാം ആദി. 55. ഭാവാർത്ഥം. കൃഷ്ണാവബോധമാർന്ന അഥവാ ഭഗവത് സേവന നിരതനായവന് മഹർഷിമാർക്കുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. ആ സമുത്കൃഷ്ട നിലയിൽ എത്താത്തവർക്കാകട്ടെ കപോല കൽപ്പിതങ്ങളായവയെ ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ട് ആ യോഗ്യതകൾ ഉണ്ടാവില്ല താനും എന്നാണ് ഭാഗവതം തറപ്പിച്ചു പറയുന്നത്. എല്ലാവിധ ഇന്ദ്രിയ തൃഷ്ണകളെയും മനകൽപ്പിതങ്ങളാകയാൽ ഉപേക്ഷിക്കണമെന്ന് തുടർന്ന് വ്യക്തമാക്കുന്നു. കൃത്രിമോപായങ്ങൾ കൊണ്ട് ഇന്ദ്രിയ ചോദനകളെ തടയാനാവില്ല. കൃഷ്ണാവബോധത്തിൽ മുഴുകി പ്രവർത്തിക്കുമ്പോൾ യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ ഇന്ദ്രിയാസക്തി നിലച്ചു പോകും. അതുകൊണ്ട് മടി കൂടാതെ ഏവരും കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയാണ് വേണ്ടത്. ഭക്തിപരമായ സേവനം ആരെയും വേഗത്തിൽ അതീന്ദ്രിയ പ്രജ്ഞാ തലത്തിലേക്ക് ഉയരാൻ സഹായിക്കും. പൂർണ്ണ വികാസം ആർജിച്ച ആത്മാവ് താൻ ഭഗവാന്റെ നിത്യദാസനാണെന്ന് സാക്ഷാത്കരിച്ച് സ്വയം തൃപ്തനാകുന്നു. അതീന്ദ്രിയാവസ്ഥയിലുള്ള ഒരാൾക്ക് നിസ്സാരമായ ഭൗതിക തൃഷ്ണകളിൽ താല്പര്യം ഉണ്ടാവില്ല. ശ്രീ ഭഗവാന്റെ നിത്യദാസൻ എന്ന അവസ്ഥയിൽ പരമസന്തുഷ്ടനായിരിക്കും അദ്ദേഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നാമിനി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ കീ ജയ്, ഗുരുദേവ് കീ ജയ്, പ്രഭുപാദി കീ ജയ്, അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ഹരേ കൃഷ്ണ. നമ്മളെ കൃഷ്ണാവബോധമാർന്ന അഥവാ ഭഗവത്സേവന നിരതനായവന് മഹർഷിമാർക്കുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്ഥിതപ്രജ്ഞൻ ആരാണ്? സ്ഥിതപ്രജ്ഞൻ, സമാധി നിലയിലുള്ള ആ സ്ഥിതപ്രജ്ഞനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്തിൽ? കൃഷ്ണാവബോധത്തിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ത്? സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനൻ ചോദിച്ച ചോദ്യത്തിന് ഉടനെ തന്നെ ആൻസർ കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്? പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ മനസ്സിൻ്റെതായ മനോകൽപ്പിതങ്ങളായിട്ടുള്ള മനസ്സിൽ നിന്ന് മെന്റൽ കോൺകോഷൻ എന്ന് പറയുന്ന നമ്മളല്ലേ, മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്നതായ അലയോ പാർത്ഥ, മനസ്സിൽ നിന്ന് ഉദിച്ചുയർന്നു വരുന്നതായ സർവാൻ കാമാൻ എല്ലാ കാമങ്ങളെയും പ്രജഹാതി എപ്രകാരമാണോ ഉപേക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രജഹാതി എല്ലാ കാമങ്ങളെയും ത്യജിക്കുന്നത് എങ്ങനെയാണ് ത്യജിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം സർവാൻ പാർത്ഥ സർവാൻ മനോഗതാൻ പ്രജഹാതി എന്നെടുക്കാം. അപ്പൊ അങ്ങനെ മനകൽപ്പിതങ്ങളായിട്ടുള്ള സർവ കാമങ്ങളെയും എപ്രകാരമാണോ ത്യജിക്കുന്നത്, അപ്പം അങ്ങനെ ത്യജിക്കുമ്പോൾ ആത്മനാ തുഷ്ട, ആത്മനി
ആത്മനാ തുഷ്ട എന്ന്. അപ്പൊ എന്താണ് ആത്മനി എന്ന് പറയുമ്പോ അവിടെ എന്താണ്? ആത്മനി എന്ന് പറയുമ്പോൾ ആത്മാവിനെ, സോളിനെയാണ് പറയുന്നത്. ആത്മന എന്ന് പറയുമ്പോൾ അവിടെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള മൈൻഡിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മനി ആത്മന്യേവാത്മനാ തുഷ്ട, അങ്ങനെയുള്ള വ്യക്തിയെയാണ് നമ്മുടെ സ്ഥിതപ്രജ്ഞൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് അപ്പം മനസ്സിൽ സ്വയം സന്തുഷ്ടനായിരിക്കുന്നു. ആത്മനി ഏവ ആത്മനാ തുഷ്ട എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മള് നേരത്തെ ഒക്കെ നിങ്ങൾ കേട്ട് കാണും, ആത്മാരാമനാരായണ എന്ന് കേട്ടിട്ടുണ്ടാവും. ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥ അപി ഉരുക്രമേ കുർവന്തി അഹൈതുകിം ഭക്തിം യുക്തം ഭൂതമോ ഹരിഹി എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, ഒരു എപ്പോഴാണെങ്കിൽ തന്നെയും ഇവന്റെ ഒരു സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു സേജ്, എല്ലാ അറ്റാച്ച്മെന്റും വിട്ടിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഭഗവാനാൽ ആകർഷകനായിത്തീരും. അപ്പൊ ഭഗവാനാൽ ആകർഷിതരാകാത്തവരെ എന്താണ്? ഭക്തിയുടെ അംശം പോലും ഇല്ലാത്തവർ തന്നെയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അല്ലെ? ആത്മാരാമൻ. അപ്പൊ അതുപോലെ ഇവിടെയും പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് എല്ലാ കാമങ്ങളെയും ഉപേക്ഷിക്കുക. കാമങ്ങളെ, അപ്പം കാമം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല എന്ന് നമുക്കിപ്പോ തോന്നും, അല്ലെ? അപ്പൊ അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ തന്നെ സ്വയം രമിച്ചു കൊണ്ടിരിക്കും ആ ഒരവസ്ഥയിൽ എത്തിയാൽ. അപ്പൊ ആ അവസ്ഥയിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ വ്യക്തിയെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആത്മാരാമൻ എന്നൊക്കെ പറയുന്നത്. ആ സ്ഥിതിയിൽ എത്തുമ്പോഴേക്ക് നമുക്ക് വേറൊന്നിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു നില വരും എന്നുള്ളതാണ്. അപ്പൊ പൂർണ്ണമായി പരിശുദ്ധ മനസ്സിലെത്തിത്തീരുന്നു. നമ്മുടെ മനസ്സിനെ ആദ്യം പരിശുദ്ധമാക്കി മാറ്റുക. അപ്പൊ കൃഷ്ണാവബോധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ഒരു ചിന്താഗതികൾ വരാൻ നമ്മൾ സമ്മതിക്കരുത്, നമ്മൾ അനുവദിക്കരുത്. വരുന്ന സമയത്ത് നമ്മൾ അതിനെ മാറ്റാൻ ശ്രമിക്കണം. കാരണം വരും, എന്തായാലും മനുഷ്യന്റെ സ്വഭാവമാണ്. മനുഷ്യ സ്വഭാവത്തിൽ ഇങ്ങനെ വേറെ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് നമുക്ക് ഉണ്ടാകും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ, വന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ തന്നെ, ചിലപ്പോൾ നമ്മൾ അറിയാതെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ മാറ്റിയിട്ട് വേറെ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ തിരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വേറെ എന്തിലേക്കും നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം. നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള എന്തെങ്കിലും ആയാലും മതി. പക്ഷേ എന്താണ്, ഈ ഒരു ആവശ്യമില്ലാത്ത ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. നമ്മളെ അത്ര കട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വേണ്ട എന്ന് തീരുമാനിക്കണം. അതാണ്. അപ്പൊ അങ്ങനെ പരിശുദ്ധമായ മനസ്സിലെത്തിയ വ്യക്തി, അപ്പൊ ആശകളെ ഉപേക്ഷിക്കുമെന്ന് പറയാൻ നമുക്ക് എളുപ്പം പറയാം. പക്ഷേ സാധാരണക്കാരെ കൊണ്ട് അത് വളരെ പ്രയാസമായിരിക്കാം. പക്ഷേ അങ്ങനെ അത് ഉപേക്ഷിക്കാൻ പ്രയാസമാണെങ്കിലും നമുക്കത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം ചിന്തകളെ ഉപേക്ഷിക്കാൻ പറയുമ്പോൾ അത് വളരെ പ്രയാസമാണ്, അല്ലെ? ആ ചിന്തകളെ ഇല്ലാതാക്കാൻ പറയൂ എന്ന് പറയുമ്പം ആക്കാൻ, അപ്പം ഭഗവാനും പറഞ്ഞിട്ടുണ്ട്, അർജുനൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ചിന്തകളെ ഇല്ലാതാക്കാൻ നമുക്ക് പ്രയാസമാണ്, മനസ്സിൽ സങ്കല്പങ്ങളെ ഇല്ലാതാക്കാൻ. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ആവശ്യമില്ലാത്ത ചിന്താഗതികളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ശാസ്ത്രീയമായി ചിന്തിച്ചു കഴിഞ്ഞാലും അത് സാധിക്കും. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ശരീരമുണ്ട്. നമുക്കിപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? മൂന്നായിട്ട് നമുക്കിരിക്കും. നമുക്ക് സട്ടിൽ ബോഡി ഉണ്ട്, അല്ലെ? ആ ഒരു സട്ടിൽ ബോഡി എന്ന് പറയുന്നതിൽ എന്തെല്ലാം വരും? ആർക്കെങ്കിലും പറയാമോ സട്ടിൽ ബോഡിക്കകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്നുള്ളത്? ഹരേ കൃഷ്ണ. ആരും ഇല്ലേ പറയാൻ? ആരും ഇല്ലേ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഗ്രോസ് ബോഡി, സട്ടിൽ ബോഡി. സട്ടിൽ ബോഡി എന്ന് പറയുമ്പോൾ അതില് നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇത് മൂന്നും അതിൽ വരുന്നതാണ്. മൈൻഡ്, ഇന്റലിജൻസ്, ഈഗോ, ഇത് മൂന്നും നമ്മുടെ സട്ടിൽ ബോഡിയാണ്. ആദ്യമേ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ ശരീരം, അല്ലെ, അതിനെന്ത് പറയും? ഗ്രോസ് ബോഡി എന്ന് പറയും. നമ്മുടെ ശരീരം ഗ്രോസ് ബോഡി. അതിനുള്ളിൽ നമുക്കൊരു മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇത് നിറഞ്ഞ ഒരു സട്ടിൽ ബോഡി ഉണ്ട്. ഇനി അതിനകത്തപ്പുറത്ത് പിന്നെ എന്താണ്? കാരണശരീരം, എന്താണ്? ഭഗവാനുണ്ട്, അല്ലേ? അപ്പൊ ആ ഒരു നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഗ്രോസ് ബോഡി ഉണ്ട്, സട്ടിൽ ബോഡി ഉണ്ട്, പിന്നെ ഭഗവാനും നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഭഗവാന്റെ ഭാഗമായി പരമാത്മാവ് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. ഇനിയും ഈ ഡിസയേഴ്സ് എന്ന് പറയുന്നത്, ഈ സർവാൻ കാമാൻ എന്ന് പറയുന്നത്, ഈ കാമങ്ങൾ എന്ന് പറയുന്നത്, ഇതിനെ
ഒട്ടും നമ്മുടെ ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മാവുമായിട്ട് ബന്ധപ്പെടുന്നതേ ഇല്ല. അത് സോളിന്റെ ഇൻട്രിക്കേറ്റ് പ്രോപ്പർട്ടിയേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിന്റെ പ്രോപ്പർട്ടി, ആത്മാവിന്റെ ഗുണമല്ല ഡിസയർ എന്ന് പറയുന്നത് എന്ന് നമ്മൾ ആദ്യമേ അറിയുക. മനസ്സിലാക്കിയിട്ട് എപ്പോഴും ഡിസയേഴ്സ് ആരുടേതാണ്? ആരെങ്കിലും ഒന്ന് പറയൂ, ആരുടേതാണ് ഈ ഡിസയർ എന്ന് പറയുന്ന? എവിടെയാണ് നമുക്ക് ആശ തോന്നുക? മനസ്സിൽ. താങ്ക് യു മാതാജി. അപ്പം ഡിസയേഴ്സ് എപ്പോഴും നമ്മുടെ മനസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഇത് വരും. ഇന്ദ്രിയങ്ങൾ എന്തെങ്കിലും കാണും അല്ലേ? കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടോ എന്തെങ്കിലും ഒരു വാസനയായിട്ടോ എന്തെങ്കിലും വേണമെന്ന് തോന്നാം, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ എനിക്ക് അതിനോട് താല്പര്യം തോന്നാം അല്ലേ? അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നല്ലതായിട്ട് പറയുമ്പോൾ എനിക്ക് ആശ തോന്നാം. അങ്ങനെ കാര്യങ്ങള് നമ്മുടെ മനസ്സിലാണ്. ഇന്ദ്രിയങ്ങൾ അതിനെ കൊണ്ടു കൊടുക്കും അല്ലെ? ഇന്ദ്രിയങ്ങൾ 5 പേരും കൂടെ ചേർന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലേക്ക് കൊണ്ടുതരുമ്പോൾ മൈൻഡിന്റെ പ്രത്യേകതയാണ് ആഗ്രഹിക്കുക എന്നുള്ളത്. അപ്പം ഈ ഡിസയർ എന്ന് പറയുന്നത് മനസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ സോളിന്റെ പ്രോപ്പർട്ടി ആയിരുന്നെങ്കിൽ നമുക്ക് അതിനെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല, അതിനെ സെപ്പറേറ്റ് ചെയ്യാനേ പറ്റുമായിരുന്നില്ല. പക്ഷെ ഇത് പിടിപ്പം നമ്മൾ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, ഡ്രസ്സിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമ്മൾ കഴുകിക്കളയുമ്പോൾ അതങ്ങ് മാറും അല്ലെ? അതുപോലെ നമ്മൾ അത് ഗ്രോസ് ബോഡിയിൽ ഉണ്ടാകുന്ന അഴുക്കിനെ മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നീറ്റാകുന്നു. അപ്പൊ അങ്ങനെ അതിനെ ഡേർട്ട് കളയുക എന്നുള്ളത് പക്ഷേ അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ മൈൻഡിൽ നിന്ന് ഇത് എടുത്തു മാറ്റുക, കാരണം ഇന്ദ്രിയങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് ഓരോന്ന് കൊണ്ടു തന്നുകൊണ്ടിരിക്കുകയാണ് ഡിസയേഴ്സ്. അപ്പൊ കൊണ്ടു തന്നിരിക്കുന്നതിനെ നമ്മൾ എടുത്തു മാറ്റേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അത് കുറച്ച് പാട് വേണം. അപ്പൊ ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷന് കൊണ്ടുവരുന്ന ഡിസയേഴ്സ് നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങളും കൊണ്ടുവരുന്ന ഡിസയേഴ്സ് നമുക്ക് മാറ്റിക്കളയാൻ കുറച്ച് പ്രയാസപ്പെടും. എന്നാലും ശരി, അത് കഴിയുന്ന ഒന്നാണ്. എങ്ങനെ അത് പ്രാക്ടിക്കലായി ചെയ്യാമെന്ന് നമുക്ക് ശ്രീല പ്രഭുപാദർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ പിന്നീട് ശ്രീല പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ അതിനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിയും? പ്രഭുപാദർ പറയുന്നുണ്ട്, ഞാന് ഹിപ്പികളിൽ അമേരിക്കയിൽ ചെന്നപ്പോ ഹിപ്പീസിൽ അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. അത് അവിടെ വളരെ പരിപൂർണമായി വിജയിപ്പിച്ചെടുക്കാനും എനിക്ക് കഴിഞ്ഞു. അവരിലേക്ക് വേറെ ഒരു കാര്യം അങ്ങോട്ട് കൊടുത്തപ്പോ അവർ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം അങ്ങോട്ട് കൊടുത്തു. എന്താണ് പ്രഭുപാദർ അവിടെ കൊടുത്തത്? എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ഹിപ്പികളെ അവിടെ ചെന്ന് കണ്ടു. അദ്ദേഹം എന്താണ് അവർക്ക് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധം, ഭഗവാനെ കുറിച്ചുള്ള ധാരണ. അവര് കേട്ടിട്ടില്ലാത്ത ഒന്ന് അവരിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പം അവരുടെ മനസ്സിനെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് നമുക്ക് ഈ ഉള്ളത് ഡിസയറിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഭഗവാനിലേക്ക് നമുക്ക് കൊണ്ടുപോരാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റൊരു എഫർട്ടും കൂടാതെ നമ്മുടെ ഡിസയേഴ്സ് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ചില കാര്യങ്ങളോട് നമുക്ക് വലിയൊരു ഒരു അറ്റാച്ച്മെന്റ് കാണും. ചില കാര്യങ്ങൾ അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നെ ചിലതിനെ പ്രാക്ടിക്കലായിട്ട് ചിലതിനോട് ഒരുപാട് ഒരു ഭയങ്കര അത് തന്നെ വേണമെന്നുള്ള ആഗ്രഹവും കാണും. അപ്പൊ അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ശ്രീരംഗത്തെ ഒരു കഥ. ധനുർദാസ് എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്ണുകളോടുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും, കണ്ണുകളോട് വലിയ അട്രാക്ഷൻ ആയിരുന്നു അയാൾക്ക്. എപ്പോഴും ഭാര്യ അടുത്തൊന്നും മാറില്ല. ഏത് സമയം ഭാര്യ എവിടെ പോയാലും അദ്ദേഹം കൂടെ പോകും. തിരിഞ്ഞു നടക്കും അവര് നടക്കുന്നതിന്. ആ കണ്ണുകൾ കാണാനുള്ള ആവേശം കൊണ്ട് അത്രമാത്രം ഒരു താല്പര്യമായിരുന്നു ആ സൗന്ദര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം. അതിനെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ആ കണ്ണുകളോട് അത്ര താല്പര്യമായിരുന്നു. അവിടെ ഒരു ദിവസം നമ്മുടെ ഒരു ആചാര്യൻ, അദ്ദേഹത്തിന്റെ പേരെനിക്ക് കിട്ടുന്നില്ല, ആചാര്യൻ പറഞ്ഞു, രാമാനുജാചാര്യൻ, കൃഷ്ണ. അപ്പൊ രാമാനുജാചാര്യർ അത് കണ്ടിട്ട് രാമാനുജാചാര്യർ ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ നടക്കുന്നത്? അപ്പൊ ചോദിച്ചു, എനിക്ക് എപ്പോഴും എൻ്റെ എല്ലാ വിജയത്തിലും ഇവരുടെ കണ്ണുകളാണ് കാരണം. ഈ കണ്ണുകളില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റത്തില്ല, കണ്ണുകൾ കാണാതെ.
അപ്പൊ ചോദിച്ചു, അതിന്റെ ഭംഗി അത്ര വലുതാണ്. ആ ഭംഗിയിൽ കൂടുതലായിട്ട് ഞാൻ ഈ ലോകത്തിൽ ഇത് കൂടുതൽ സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെയും കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ആ സ്ത്രീ ആണെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടും കൂടിയാണ്. അപ്പൊ അങ്ങനെ അവര് ഇങ്ങനെ അദ്ദേഹം ഭഗവാൻ ഉടനെ ചിന്തിച്ചു, നിനക്ക് ഇതിനേക്കാളൊക്കെ മനോഹരമായ 2 കണ്ണുകൾ കാണിച്ചു തന്നാലോ എന്ന് ചോദിച്ചു. ഇതിൽ മനോഹരമായിട്ടുള്ള കണ്ണുകൾ എവിടെയും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ശരി, നീ നാളെ രാവിലെ എൻ്റെ അടുത്ത് വരൂ, ഞാൻ നിന്നെ കൊണ്ടുപോയി ഇതിൽ മനോഹരമായിട്ടുള്ള കണ്ണുകൾ കാണിച്ചു തരാം. ശരി, ഞാൻ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു ചെല്ലുകയും ചെയ്തു. അദ്ദേഹം ഈ ധനദാസിനെയും കൂട്ടിയിട്ട് ശ്രീരംഗത്ത് ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ഭഗവാന്റെ അടുത്ത് ചെന്നപ്പം ആ രാമാനുജാചാര്യരാണ് നിൽക്കുന്നത്. അദ്ദേഹം കൃഷ്ണനിലേക്ക് നോക്കാൻ പറഞ്ഞു, ഭഗവാനിലേക്ക് നോക്കാൻ പറഞ്ഞു. ഭഗവാനിലേക്ക് നോക്കിയപ്പോഴേക്ക് ആ കണ്ണുകൾ അങ്ങനെ നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജ നേത്രായ നമസ്തേ പങ്കജാഘ്രയേ. ആ കണ്ണുകൾ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അങ്ങ് വളരെ അട്രാക്റ്റീവായി. ഇതിലപ്പുറം അട്രാക്റ്റീവായിട്ട് ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ ആ ഭഗവാനിലേക്ക് ഭഗവാനിലോടുള്ള ഇഷ്ടം കൂട്ടി ഈ കണ്ണുകൾക്കൊക്കെ അപ്പുറത്താണ് അതിനോടുള്ള മനസ്സാന്നിധ്യം കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ നമുക്കറിയാം, ശ്രീരംഗം എത്രയോ പ്രധാനപ്പെട്ട ക്ഷേത്രം, നിങ്ങൾക്ക് എല്ലാവരും കേട്ടുള്ളതായിരിക്കും. അവിടെ പരവാസുദേവൻ കിടക്കുന്ന ക്ഷേത്രം അല്ലേ? അപ്പം എങ്ങനെയാ ഭഗവാൻ കിടക്കുന്നത്? റൈറ്റ് ഹാൻഡ് തലയിൽ വെച്ചുകൊണ്ട് തൊട്ടാണ് കിടക്കുന്നത് എന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ ലാർജസ്റ്റ് ഫങ്ഷനിങ് ടെമ്പിൾ ആണ് അല്ലേ? 21 ഗോപുരങ്ങൾ, 78 സന്നിധിയുമുള്ള ക്ഷേത്രമാണ് ശ്രീരംഗ ക്ഷേത്രം. ശ്രീരംഗം എന്ന പല പ്രാവശ്യം പറയുന്നത് പോലും പുണ്യദായകമാണ്. നമ്മൾ ഒരു ദിവസം ഒരു 9 പ്രാവശ്യമെങ്കിലും ശ്രീരംഗം 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 എന്ന് പറയുന്നത് തന്നെ വളരെ പുണ്യദായകമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളെ എപ്പോഴാണെങ്കിലും ശ്രീരംഗത്തിന്റെ സ്ഥലത്തേക്ക് നോക്കി ഒന്ന് തൊഴുന്നത് തന്നെ വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അത്രയ്ക്ക് വലിയ ക്ഷേത്രം. അപ്പൊ അവിടെയാണ് അവിടെയാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മനസ്സിനെ മാറ്റിയെടുത്ത്. അപ്പൊ മനസ്സിലേക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നതിലേക്ക് വേറൊരു ചിന്ത കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ കൃഷ്ണന്റെ ആ കണ്ണുകൾ, കൃഷ്ണാവബോധത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിനെ തിരിച്ചു കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞു? ആചാര്യന് കഴിഞ്ഞു. ഒരാചാര്യനെ അത് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ മാറ്റി മറ്റൊന്നിലേക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ഡിസൈഴ്സ് പ്യൂരിഫൈഡ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം. നമ്മൾ എന്തെങ്കിലും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് വിശാളകാവൃതമുഖം തവകുണ്ടല ശ്രീകണ്ഠസ്ഥലാധരസുതം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ പക്ഷശ്രീകരമണം ച ഭവാമദാസ്യ. ആ ഭഗവാന്റെ ആ നിൽപ്പ്, ഭഗവാന്റെ ആ എല്ലാവരോടുമുള്ള ആ ഒരു കളി ലീലകളെ ഇതൊക്കെ അങ്ങോട്ട് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് കഴിഞ്ഞു എന്നല്ല, നമുക്ക് കഴിയണം. അതിന് നമ്മൾ ശ്രമിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഡിസൈഴ്സ് നമ്മൾ വേറൊന്നിലേക്ക്, അതിനേക്കാൾ ഉത്തമമായ മറ്റൊന്നിലേക്ക് നമ്മുടെ മനസ്സിനെ കൊടുത്ത് അങ്ങനെ നമ്മുടെ മനസ്സിനെ എൻഗേജ്ഡ് ആക്കി മാറ്റി നമ്മുടെ ഡിസൈഴ്സിനെ പ്യൂരിഫൈഡ് ആക്കണം. ആത്മന്യേവ ആത്മനാ തുഷ്ട അല്ലെ? അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മള് പ്യൂരിഫൈഡ് ആക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഭാഗവതത്തിൽ തന്നെ ഒരു ശ്ലോകമുണ്ട്, ഭക്തിയോഗം അല്ലെങ്കിൽ കൃഷ്ണ കോൺഷ്യസിൽ എൻഗേജ്ഡ് ആക്കാൻ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ഡിസൈഴ്സ് പ്യൂരിഫൈഡ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വാസുദേവനിൽ നമുക്ക് അൺഅലോയ്ഡ് ആയിട്ടുള്ള ഡിവോഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ പരമഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിന്റെ അൺഅലോയ്ഡ് ആയിട്ടുള്ള ഡിവോഷൻ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികളിൽ അവരുടെ എക്സാൾട്ടഡ് ആയ ഗുണങ്ങളായ ധർമ്മം, അറിവ്, ത്യാഗം ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഇത് പ്രത്യേകിച്ച് എങ്ങൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഒരു വേദം പഠിച്ച് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യവുമില്ല. നമ്മളുടെ ഭഗവാനിലേക്ക് നമുക്ക് അൺഅലോയ്ഡ് ഡിവോഷൻ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നമ്മളിൽ ഈ ഗുണങ്ങളെല്ലാം വിളങ്ങി നിൽക്കും എന്നുള്ളതാണ്. അപ്പം ഡിവോഷണൽ സർവീസിൽ അല്ലാത്തവർക്ക് ഇവിടെ ഭഗവതം പറയുന്ന വാക്കുകളാണ്, ഗുഡ് ക്വാളിറ്റീസേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം എന്താണ്? അവര് മിസ്റ്റിക് യോഗ പ്രാക്ടീസ് ചെയ്തേക്കാം, ഊഹാപോഹം വെച്ചുകൊണ്ട്
ബാഹ്യശക്തിയെ അവർ സേവിക്കുകയും ചെയ്തേക്കാം എന്ന് പറയും. 5, 18, 12 ഇത് പറയുന്നത് ഭാഗവതം. അവിടെ യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവേ ഗുണൈസ്തത്ര സമാസതേ സുരഃ ഹരാവഭക്തസ്യ ഗുണോ മഹദ്ഗുണഃ മനോരഥേനാസതി ഭവതോ ബഹി എന്നാണ് ശ്ലോകം. യസ്യാസ്തി ഭക്തിർ ഭഗവതി അകിഞ്ചനഃ. അപ്പൊ ആ ഭഗവാനിലേക്ക് നമ്മുടെ ഭക്തിയെ നമ്മൾ ഉറപ്പിച്ചെടുക്കുകയാണെങ്കിൽ സർവേ ഗുണസ്തത്വ സമാസതേ സുര, എല്ലാ സർവഗുണങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേർന്നു കൊള്ളും. നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ്. ഹരാവ് അഭക്തസ്യ മഹത് ഗുണോ ഹരാവ് അഭക്തസ്യ ഗുണോ മഹത് ഗുണ. അപ്പൊ അങ്ങനെ കുതോ മഹത് ഗുണ, എവിടെയാണ് അഭക്തന്? കുതോ മഹത് ഗുണ. കുതോ മഹത് ഗുണ എന്ന് പറയുന്നത് എവിടെയാണ് ഈ മഹത് ഗുണങ്ങൾ അഭക്തൻ ഉണ്ടാകുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മനോരഥേനാസതി ധാവതോ ബഹി. അവൻ മിസ്റ്റിക് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്തേക്കാം, പക്ഷേ ഊഹാപോഹം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ബാഹ്യശക്തിയുടെ സേവനം മാത്രമേ കിട്ടുകയുള്ളൂ. ആ ബാഹ്യശക്തിയുടെ സേവനം നമ്മളെ വീണ്ടും വീണ്ടും ഭൗതികതയിലേക്ക് തള്ളിയിടും. നമ്മൾ വീണ്ടും വീണ്ടും ആശകളിലേക്ക് വീണ്ടും കൂപ്പുകുത്തി വീഴുക എന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് ആശകളിലേക്ക് കൊണ്ടുപോകും എന്നാണ് അവിടെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ ഇതായിട്ടാണ് ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് വിശദീകരണങ്ങളുണ്ട്. 5, 18, 12 അപ്പൊ അതില് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെപ്പോഴും മെന്റൽ കോൺഷ്യസ്നെസ്സിൽ അങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ കൃഷ്ണ കോൺഷ്യസിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കാൻ ശ്രമിക്കണം. നമ്മളെപ്പോഴും നമ്മൾ ഷെൽട്ടർ എടുത്തേക്കുന്ന എന്തിലാണ്? നമ്മളെപ്പോഴും നമുക്ക് കാണുന്നതൊക്കെ നമുക്ക് ആശകൾ വരിക, നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ആശകളൊക്കെ ഡിസൈഡ്സ് നമ്മുടെ മനസ്സിനെ എപ്പോഴും നിറച്ചു വെക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മാറാനുള്ള ആ ഒരു ഭഗവത് ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും കൈവിടാതെ നമ്മള് കൊണ്ടു നടക്കുക. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതൊരു കൃഷ്ണ കോൺഷ്യസിന്റെ മാജിക് ആണ് എന്നാണ് പ്രഭുപാദർ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്താണ്, നമ്മൾ ആരാണ് യഥാർത്ഥത്തിൽ. നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ആരെന്തോ പറയും? ആർക്ക് പറയാം നമ്മൾ ആരാണ്? ആത്മാവാണ്. ആത്മാവാണ്. അത് ശരി. വേറെ എന്ത് പറയാം? ഭഗവാന്റെ അംശമാണ്. കറക്റ്റ്. പിന്നെന്ത് പറയാൻ നമുക്ക് കഴിയും? ഭഗവാന്റെ അംശമാണ്, നമ്മൾ ആത്മാവാണ്. എന്നാലും പൂർത്തിയാക്കൂ, വേറെയുണ്ട് ഗുണങ്ങൾ, വേറെയുണ്ട്. അഹം ഹരേർതവ പാദൈകമൂല ദാസാനുദാസോ ഭവിതസ്മി ഭൂയ. കേട്ടിട്ടില്ലേ അത്? അപ്പൊ നമ്മൾ ആരാണ്? ഗോപീ ഭർത്തൃപാദ കമലയോർ ദാസാനുദാസ. ആര് പറഞ്ഞതാണത്? മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭു പറഞ്ഞതാണ്. ആരാണ് നമ്മൾ ഓരോരുത്തരും? ഗോപീ ഭർത്തൃപാദ കമലയോർ ദാസാനുദാസ. ആ ഗോപികമാരുടെ ആ നായകന്റെ ആ പാദത്തിലെ ദാസന്മാരുടെ അങ്ങനെ ദാസാനുദാസ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ഗോപീഭർത്തൃപാദകമലയോ ദാസാനുദാസ. നമ്മൾ ഭഗവാന്റെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്താണ്? നമ്മൾ ഭഗവത് സേവകരാണ് എന്നുള്ളതാണ്. ഇപ്പൊ മാതാജി പറഞ്ഞതുപോലെ മറ്റേത് ആത്മാവാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഭഗവത് സേവനമാണ്. അങ്ങനെ ഭഗവാന്റെ സേവനമാണ്. അപ്പൊ നമ്മൾ ആ ഭഗവത് സേവനത്താൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുകയും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഭഗവത് സേവനം. അപ്പം നമ്മളെ എന്നും ഭഗവാന്റെ എറ്റേണൽ സെർവന്റ് ആണ് എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളെല്ലാവരും നമ്മുടെ ഭഗവാന്റെ അംശങ്ങളാണ്. ഇപ്പം മാതാജി പറഞ്ഞതുമാതിരി അംശങ്ങളാണെന്ന് നമുക്ക് അറിയാം. ഭഗവാന്റെ 3 ശക്തികളുണ്ട്. എന്തൊക്കെയാണ് ഭഗവാന്റെ 3 ശക്തികൾ? ആർക്ക് പറയാം? 3 പ്രധാനപ്പെട്ട ശക്തികൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതിനോടകം.
തടസ്ഥ ശക്തി അല്ലെ. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. അതിലേതാണ് നമ്മളെന്ന് പറയുന്നത് തടസ്ഥ ശക്തി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ അതിലുണ്ട് എന്നുള്ളത് എനിക്കൊരിതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സോറി. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ എപ്പോഴും നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾ ഓർക്കണം. ഭഗവാന്റെ അംശമാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഭഗവാന് സേവ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മൾ ചെയ്യുന്ന സേവ എങ്ങനെയായിരിക്കും എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അത് നിങ്ങളെല്ലാം ഭാഗവതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഭാഗവതത്തിലെ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം അല്ലേ എങ്ങനെയായിരിക്കണം നമ്മൾ ഭഗവാനെ സേവിക്കേണ്ടത്. അഹൈതുകീ അപ്രതിഹത, അഹൈതുകീ അപ്രതിഹത. എന്നും നമ്മൾ ഭഗവത് സേവനം ചെയ്യണം. അത് അപ്രതിഹത, യാതൊരു തടസ്സവും ഇല്ലാതെ ആയിരിക്കണം നമ്മൾ ഭഗവത് സേവ നടത്തേണ്ടത്. പിന്നെ അഹൈതുകി എന്ന് പറഞ്ഞാൽ അതിനെ അകാരണമായിട്ട് നമ്മൾ ചെയ്യണം. എന്ന് വെച്ചാൽ കാരണം ഒന്നുമില്ല. നമ്മൾ വിചാരിക്കണ്ട ഭഗവാനെ അങ്ങനെ ഒരു കച്ചവട ഇതിൽ കൂടിയല്ല നമ്മൾ ഭഗവാനെ സേവിക്കുന്നത്. നമ്മൾ ഭഗവാന്റെ സേവകരായതുകൊണ്ട്, നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മൾ ഭഗവത് സേവനം നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ ചെയ്യേണ്ടത് അഹൈതുകി അപ്രതിഹത എന്ന് നിങ്ങൾ പഠിച്ചു. അപ്പൊ അത് ആ ഭാഗവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടത്. അപ്പൊ ആ ഹൈലി ഡെവലപ്ഡായ ആ നമ്മുടെ സോള് ചിലപ്പോഴേ എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ അതിനുണ്ടാകണം. ആത്മാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതാണ്. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം. അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കരുത്. നമ്മൾ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം നമുക്കെന്ന് പറയുന്നത്? നമ്മുടെ മനസ്സാണ് ഈ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതാക്കുന്നത്. നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. അത് എറ്റേണൽ സെർവന്റ് ഓഫ് കൃഷ്ണന്റെ എറ്റേണൽ സെർവന്റ് ആണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാറ്റിസ്ഫൈഡ് ആകണമെന്ന് പറയുന്നത്. അവിടെ മെറ്റീരിയൽ ഡിസൈഴ്സിന് യാതൊരു സ്ഥാനമില്ല. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഈ സട്ടിൽ ബോഡിയിൽ നമ്മുടെ മൈൻഡ് കൊണ്ടുവരുന്നതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്നു, മൈൻഡ് അത് ഏറ്റെടുക്കുന്നു. ബുദ്ധി അങ്ങനെ ചെയ്തോ, അങ്ങനെ ഇത് ചിലപ്പം ബുദ്ധി അവിടെ ഇരുന്നുകൊണ്ട് ചിലത് വേണ്ട എന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. നമ്മുടെ ഇതിൽ അത്രയും പണമില്ല, നമുക്കത് വാങ്ങിക്കണ്ട എന്ന് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കാം. അപ്പൊ ആ ബുദ്ധി അവിടെ ചിലപ്പോൾ പ്രവർത്തിക്കും, ചിലപ്പോഴത് പ്രവർത്തിക്കാതെയും ഇരിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ആത്മാവിന് നമ്മളെ ഒരു എറ്റേണൽ സെർവന്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ആ രീതിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ മെറ്റീരിയൽ ഡിസൈഴ്സ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ കൃഷ്ണ കോൺഷ്യസിലുള്ള വ്യക്തി എപ്പോഴും ഇന്നർ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും ആന്തരികമായി എപ്പോഴും എന്ന് വെച്ചാൽ സാധാരണ ഒരു വ്യക്തി അവിടേക്ക് എത്തിയിട്ടില്ല. എപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ധർമാർത്ഥ കാമമോക്ഷത്തിലാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മാറി നമ്മൾ കൃഷ്ണ കോൺഷ്യസിലേക്ക് വരുമ്പോൾ നമ്മൾ ഭഗവാന്റെ എറ്റേണൽ സെർവന്റ് ആണ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ആന്തരികമായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാകും. നമ്മൾ ഭഗവാനിൽ തന്നെ ഇതെടുക്കും. നമ്മൾ സാധാരണ വ്യക്തികളെല്ലാം എന്താ ചെയ്യുക? നമ്മൾ കുറച്ച് വേദം പഠിച്ചിട്ടുണ്ട്, വേദത്തിനകത്ത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ധർമ്മം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്, കുറച്ച് ധർമ്മം അനുസരിച്ച് കുറച്ച് പണം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, അർത്ഥം നേടിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് കാമങ്ങളെല്ലാം സാധിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ കാമത്തിനായി കുറച്ച് പണം ചെലവഴിക്കുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10%, ഒരു 10-15% നമ്മുടെ വേദങ്ങളിൽ മോക്ഷത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ എനിക്ക് മോക്ഷം കിട്ടണം, അതിനുവേണ്ടി ഞാൻ കുറച്ച് ഭാഗവതം വായിച്ചേക്കാം, അല്ലെങ്കിൽ ഭഗവത്ഗീത വായിച്ചേക്കാം, അല്ലെങ്കിൽ ഭാരതം വായിച്ചേക്കാം, ഇങ്ങനൊക്കെ എന്നൊക്കെ വിചാരിക്കുന്നവരും ഉണ്ട്. അപ്പൊ നമ്മൾ പറയും എന്താണ് ഏതൊന്നായാലും ധർമ്മം, അർത്ഥം, കാമം, ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. നമ്മൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭഗവാനിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനപ്പുറത്താണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മള് ആ ഇന്നർ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസരത്തില് അതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും? നമുക്ക് ഏതെല്ലാം മാർഗങ്ങളുണ്ട്? ആരെങ്കിലും ഒന്ന് പറയുമോ? ദജീസ് പ്ലീസ്. എങ്ങനെ നമുക്ക് എന്തെല്ലാം മാർഗങ്ങളിൽ കൂടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും? എങ്ങനെ നമുക്ക് അതിലേക്ക് വരാൻ കഴിയും? ആർക്കെങ്കിലും പറയാമോ? ഈസിയാണ്. നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
നിങ്ങളിലേക്ക് നമുക്ക് ആ കൃഷ്ണ കോൺഷ്യസിലേക്ക് എത്താനുള്ള മാർഗം നമ്മൾ ഇപ്പോഴും ഡെയിലി നിങ്ങൾ ചെയ്യുകയാണ്. എന്തൊക്കെയാ? കീർത്തനം. അതെ അതെ. നമ്മൾ ചാൻഡിങ് ഡെയിലി ചെയ്യുന്നുണ്ടല്ലോ, കീർത്തനം ചെയ്യുന്നുണ്ടല്ലേ, ബുക്കുകൾ വായിക്കുന്നു, ഭഗവത്ഗീത വായിക്കുന്നു, നിങ്ങൾ ഭാഗവതം ഇന്നും രാവിലെ പഠിക്കുന്നു, ചൈതന്യചരിതാമൃതം വായിക്കുന്നു. അപ്പൊ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പൂർണ്ണമായിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടില്ല. നിങ്ങളെന്നല്ല, നമ്മൾ അങ്ങ് അവിടെ എത്തിയിട്ടില്ല. നമ്മളെല്ലാം ചാൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം ഡിവോഷണൽ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് കുറെ വെൽ ബിഹേവ്ഡ് ആകും. അങ്ങനെ വെൽ ബിഹേവ്ഡ് ആയി കഴിയുമ്പോൾ അങ്ങനെ ആ കൃഷ്ണ കോൺഷ്യസിലേക്ക് വരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ അവിടെ ആയിട്ടില്ല, നമ്മൾ അതിനുവേണ്ടി തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ആരും അങ്ങോട്ട് ആയിട്ടില്ല. അപ്പൊ നമ്മള് അവിടെ ചാൻഡിങ്ങും ഡിവോഷണൽ സർവീസും ഇതെല്ലാം ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ വെൽ ബിഹേവ്ഡ് ആവും, നമ്മൾ ടോളറന്റ് ആയി മാറും, നമ്മുടെ മനസ്സ് പീസ്ഫുൾ ആവും, നമ്മൾ മാഗ്നാനിമസ് ആയിട്ട് തീരും. അതുപോലെ നല്ലതായി സംസാരിക്കാൻ നമുക്ക് കഴിയും. കാരണം വേറെ ദേഷ്യം നമ്മുടെ ഭാവത്തിലേ വരില്ല. നമ്മൾ അവിടെ എത്തുമ്പോഴാ. പിന്നെ ക്ഷമയുണ്ടാകും. എല്ലാരെയും ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കും. മൈൻഡിൽ ഡ്യൂപ്ലിസിറ്റിയേ ഉണ്ടാവുകയില്ല. അപ്പൊ ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ചൈതന്യചരിതാമൃതം എടുത്ത് നോക്കിയാല് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നതാണ്, ഇതുകൊണ്ട് ഞാൻ പറയാണ്, ഏകദേശം 26 ആണല്ലോ, 26 ഗുഡ് ക്വാളിറ്റീസിനെ കുറിച്ച് വൈഷ്ണവരെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ്? നമ്മൾ മറ്റുള്ളവരുടെ ദയ ഉണ്ടായിരിക്കണമെന്നും ആരെയും ശത്രുവായി കരുതതെന്നും. പക്ഷെ നമ്മൾ അവിടെ എത്താത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സത്രയും ആകാത്തത്. അപ്പൊ സത്യസന്ധരായിരിക്കണം എല്ലാവരും. അതൊക്കെ നമ്മൾ മിക്കവാറും നമ്മളെല്ലാം ശ്രമിക്കും അല്ലെ. പിന്നെ അതുപോലെ എല്ലാവരോടും സമനായിരിക്കണം. ഒരു തെറ്റിലും മറ്റുള്ളവരിൽ ആരോപിക്കാൻ പോകരുത്. മൈൻഡിനെ ക്ലീൻ ആക്കി വെക്കണം. അങ്ങനെ എല്ലാവരും എപ്പോഴും ഭഗവാനോട് സറണ്ടർ ചെയ്യാതിരിക്കണം. അങ്ങനെ നമ്മള് കുറേശ്ശെയായി ആ വൈഷ്ണവ ക്വാളിറ്റീസ് നേടിയെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ അസത്സംഗത്യാഗ വൈഷ്ണവാചാര്യ എന്ന് പറയും. എന്താ വെച്ചാൽ ആ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒക്കെ നമ്മൾ അങ്ങ് ത്യജിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ എത്ര വേഗം നമ്മള് ഈ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് എത്ര വേഗം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി മനസ്സിനെ ക്ലീൻ ആക്കാൻ നമ്മൾ കഴിയുന്നുണ്ടോ, അത്ര വേഗത്തിൽ നമുക്ക് എന്ത് സാധിക്കും? കൃഷ്ണന്റെ നാമരൂപ ഗുണാദികൾ നമ്മുടെ മനസ്സിനെ അട്രാക്ട് ചെയ്യും. എത്ര വേഗം നമ്മളത് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കഴിവനുസരിച്ച് ഇപ്പം ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കാൻ വരുമ്പോഴാണെങ്കിൽ പോലും ഞാൻ വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം എല്ലാവരും ഒരേ ലെവലിലായിരിക്കില്ല, പല ലെവലായിരിക്കും. അപ്പൊ എത്ര വേഗം നമുക്ക് അതിന് സാധിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ അത്ര വേഗം നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അപ്പം കൃഷ്ണാവബോധമാർന്നവർ അവര് ആ നിലയിൽ എത്തിക്കഴിയുമ്പോൾ അവര് പിന്നെ കൃഷ്ണനെ കുറിച്ച് സംസാരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും അവർ ഇടപെടത്തില്ല. അവര് ഈ ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്, ഈ ഭൗതികതയിലുള്ള ജീവിതമാണ്. അപ്പൊ ഭൗതികത അവർക്ക് വേണ്ടെന്ന് വെച്ചിട്ട് ഓടിപ്പോവാൻ പറ്റില്ല. പക്ഷേ അവര് സംസാരിക്കുന്നത് കൂടുതലും ആവശ്യമില്ലാത്ത പ്രജൽപ്പത്തിലേക്ക് അവർ പോവുകയേ ഇല്ല. അവര് അങ്ങനെ മനസ്സിനെ അട്രാക്ട് ചെയ്യാൻ നോക്കും. അപ്പൊ കൃഷ്ണനെ കുറിച്ച് ഭക്തരെല്ലാം ഇനിയും സ്ഥിതപ്രജ്ഞനെ എന്ന് പറഞ്ഞു. ഇവിടെ സ്ഥിതപ്രജ്ഞനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ സ്ഥിതപ്രജ്ഞന്റെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഒരു രീതിയിൽ മറ്റൊന്നിനോടും ഒരു അട്രാക്ഷൻ ഇല്ലാതെ. അപ്പം ഇവിടെ നീ പഠിക്കാൻ പോകുന്നുണ്ട് എന്താണ്? ദുഃഖേഷു അനുദ്വിഗ്ന മനഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. നിങ്ങൾ പഠിക്കും, അടുത്ത ശ്ലോകത്തിൽ നമ്മൾ പഠിക്കും. അപ്പൊ ഇന്ദ്രിയ തൃഷ്ണകളെ എല്ലാം കളഞ്ഞ് അതെല്ലാം മനകൽപ്പിതങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എല്ലാം വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ സ്ഥിരമായി ഉറപ്പിച്ചു നിർത്തണം. അപ്പൊ നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ. ഇങ്ങനെ വരുമ്പോഴേ ഈ എല്ലാ സ്ഥിതപ്രജ്ഞനും എല്ലാരും ഭക്തരാണോ എന്ന് ചോദിച്ചാൽ സ്ഥിതപ്രജ്ഞന്മാരെല്ലാം ആ ഭഗവാന്റെ ഒരു സവിശേഷമായ ഭക്തിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ആ ഭക്തരെല്ലാം സ്ഥിതപ്രജ്ഞരാണ്. അത് മനസ്സിലാക്കണം.
ഭക്തരെല്ലാം സ്ഥിതപ്രജ്ഞര് തന്നെയാണ്, അവർക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. പക്ഷെ സ്ഥിതപ്രജ്ഞക്ക് ഇനിയും കടമ്പ അപ്പുറത്ത് കടക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്ത് വരണം? ഭഗവാന്റെ ഭക്തി വിശേഷങ്ങളെ, ആ ശക്തി വിശേഷങ്ങളെ പൂർണ്ണമായും ഏത് ഭാവമാണ് കൈക്കൊള്ളേണ്ടത്, ഏത് രൂപത്തിലാണ് ഭഗവാനെ മനസ്സിലാക്കേണ്ടത്, അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി എത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം സ്ഥിതപ്രജ്ഞനാവുമ്പോ നമ്മുടെ മനസ്സ് ചഞ്ചലമല്ല, ദുഃഖം വന്നാലും സുഖം വന്നാലും ഒന്നുപോലെയാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചതുപോലെ ചൂടായാലും തണുപ്പായാലും അതിനെ ഞാൻ പ്രത്യേകമായിട്ടൊന്നും കാണത്തില്ല. ആരോടും എനിക്ക് പ്രത്യേക മമതയൊന്നുമില്ല. ശുഭമായാലും അശുഭമായാലും ഞാൻ ഒരുപോലെ കാണും. അങ്ങനെ ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വളരെ ഇത് ബൈഹാർട്ട് ചെയ്യണം എല്ലാവരും. അത്ര നല്ല ശ്ലോകങ്ങളാണ് ഇനിയും പഠിക്കാനുള്ളത്. നല്ല രസമാണിത്. അപ്പം ഐന്ദ്രിയകാംക്ഷകളെ എല്ലാം ത്യജിക്കുന്നു, മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുന്നു. അതാണ് ഒരു സ്ഥിതപ്രജ്ഞന്റെ കാര്യം എന്ന് പറയുന്നത്. മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ ഇന്ദ്രിയങ്ങൾ കാക്ഷിക്കുന്നവയെല്ലാം, ആ ഇന്ദ്രിയാംശങ്ങളെ എല്ലാം ത്യജിക്കുക, മനസ്സ് ശുദ്ധീകരിക്കപ്പെടുക. അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റ് അതാണ്, മനസ്സ് ശുദ്ധീകരിക്കുക. നമ്മളും ശ്രമിക്കേണ്ടത് അതിനാണ്. മനസ്സ് ശുദ്ധീകരിച്ചു കൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പം ഭക്തരെല്ലാം ഈ ലെവൽ കഴിഞ്ഞിട്ടാണ് ഭക്തര് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഭഗവാനാണ് എൻ്റെ വഴികാട്ടിയെന്നും എത്ര വലിയ കൊടുങ്കാട്ടിലാണെങ്കിലും എന്നെ സംരക്ഷിക്കാൻ ഭഗവാൻ കാണുമെന്നും ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് ഉറയ്ക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സമാധിസ്ഥനായി, സമാധിയിൽ അങ്ങ് ഇരിക്കുക എന്നുള്ളതല്ല അവിടെ അർത്ഥം. ആ ചിന്തയിൽ തന്നെ അടിയുറച്ചങ്ങ് വിശ്വസിക്കുക. അപ്പം കൃഷ്ണന്റെ നിത്യദാസനാണ് ഞാൻ, കൃഷ്ണബോധത്തോടുകൂടി ഞാൻ കർമ്മം ചെയ്യും. പിന്നെ വേദങ്ങളുടെ അലങ്കൃത വാക്കുകൾക്ക് ഞാൻ ഒരു പ്രാധാന്യവും കൊടുക്കുകയില്ല. ഇപ്പം വേദങ്ങള് നമ്മളെ എന്താണ് വ്യാസദേവന് നമുക്കിതെല്ലാം തന്ന ആളാണ്. വ്യാസദേവൻ ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ കുറിച്ചൊക്കെ ആദ്യമേ എഴുതിയെന്ന് നിങ്ങൾ ഭാഗവതത്തിൽ പഠിച്ചു. അതുകൊണ്ട് തൃപ്തി വന്നില്ലെന്നും പിന്നെയാണ് ഭാഗവതം എഴുതിയെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഇതിന്റെ എല്ലാ ഓരോ സന്തതികൾ എന്ന് പറയുന്നത് പോലെയാണ്. ധർമ്മത്തിൻ്റെത് ആര് വന്നു? വിതുരര് വന്നു അല്ലെ. കാമത്തിന്റെ ആര് വന്നു? പാണ്ഡു വന്നു. ഇനിയും അർത്ഥത്തിന്റെ ആര് വന്നു? ധൃതരാഷ്ട്ര വന്നു. മോക്ഷത്തിന്റെ ആര് വന്നു? ശുഗത ബ്രഹ്മർഷി വന്നു അല്ലെ. അപ്പൊ ആ ഒരു ഓരോ പോയിന്റിനും ഓരോ അർത്ഥത്തിലാണ് അവിടെ നമ്മൾ പറയുന്നത്. അപ്പം കലിയുഗത്തിന്റെ സമ്മർദ്ദം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകും. ഇന്നിത് കലിയുഗമാണ്. അപ്പൊ കലിയുഗത്തിൽ നമ്മൾ ഒരുപാട് സമ്മർദ്ദത്തിൽ പെടാം. പിന്നെ അത് അങ്ങനെ സമ്മർദ്ദത്തിൽ പെടുമ്പോഴാണ് മെറ്റീരിയൽ ബേർഡൻ, നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴാണ് ഈ ഭൗതിക ലോകത്തിന്റെ യൂസ്ലെസ് ആയ ചില കാര്യങ്ങൾ, നമ്മൾ ആവശ്യമില്ലാത്ത സംഗതികൾ നമ്മൾ ഇടപെട്ടു പോയല്ലോ എന്ന ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അത് വേണ്ടായിരുന്നു എന്നുള്ള ആ ചിന്താഗതിയിൽ നമ്മൾ ഭഗവാനെ അഭയം പ്രാപിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട്. അപ്പം ഭൗതിക ലോകത്തിന്റെ ആവശ്യമില്ലാത്ത യൂസ്ലെസ് ആയ നേച്ചർ നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാനെ അഭയം പ്രാപിക്കാൻ കാരണമായി തീരും. എന്ന് ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മുന്നിൽ ഉണ്ട്, ഇല്ല എന്നതുപോലെയാണ്. ഭഗവാനെ എങ്ങനെ നമുക്ക് അറിയാൻ കഴിയും? ഭഗവാനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ആർക്ക് പറയാൻ പറ്റും? ഭഗവാനെ എങ്ങനെ അറിയാം, എങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? അനുഭവത്തിലൂടെ. അനുഭവത്തിലൂടെ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എത്ര 9ാമത്തെ ഭാഗവതം 9 വരെയായി അല്ലെ? 1:9 വരെ. 1:6:25 പറയുന്നുണ്ട്. എന്താണ്? ഭഗവാൻ ഈസ് പേഴ്സോണിഫൈഡ് ബൈ സൗണ്ട് വൈബ്രേഷൻ. സൗണ്ട് കൊണ്ട് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാം. ബട്ട് അൺസീൻ ബൈ ഐസ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാം. ഇപ്പം നാരദരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, ആഗ്രഹിച്ച് കാണാനായിട്ട് നോക്കിയിരുന്നു. ഭഗവാൻ വന്നു, 1 സെക്കൻഡ് ഭഗവാൻ ഇങ്ങനെ ഒന്ന് പ്രത്യക്ഷനായി, ഉടനെ ഇല്ലാതെയായി. അപ്പോഴേക്ക് നാരദർ അങ്ങ് വിഷമിച്ചു, കാണാൻ പറ്റുന്നില്ല. വീണ്ടും അതേ ക്രമങ്ങളെല്ലാം മെഡിറ്റേഷൻ നോക്കി, കാണത്തില്ല. അപ്പൊ പറയുന്നുണ്ട്, നിനക്ക് അതിനുള്ള സമയമായിട്ടില്ല. എന്ത് പറയുന്നുണ്ട്? നിനക്കിപ്പോൾ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നീ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും കൂടി നിനക്ക് എന്നെ കാണാൻ കഴിയും. അത് വായിക്കുക, അതിൽ കൂടി നിനക്ക് എന്നെ
കാണാൻ കഴിയും. അപ്പം ഞാൻ ഒരു ഭഗവാനെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ ചാൻഡിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾ ഈ പുസ്തകം ഭഗവത്ഗീതയോ ഭാഗവതോ പഠിക്കുന്നത് നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് ഒരിക്കലും. അറിവ് എനിക്ക് കൂടുതൽ അറിയാം, എനിക്ക് ശ്ലോകങ്ങൾ നല്ലപോലെ പറയാൻ അറിയാം, ശ്ലോകങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങളെല്ലാം എനിക്കറിയാം, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. ആ ഒരു ചിന്താഗതി നമ്മളിലേക്ക് വരുമ്പോഴേക്ക് ഭഗവാൻ ആ ഒരു മനസ്സ് ഭഗവാൻ മാറിപ്പോകും. കാരണം എന്താണ്? ആ അഹങ്കാരം, ആ നോളജ് മാത്രമാണ് നമ്മൾക്ക് കിട്ടുന്നത്. അവിടെ ഭഗവാന്റെ ആ കാരുണ്യം നമുക്കില്ലാതെ പോകും. നമ്മൾ ഭഗവാനെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട്, ഭഗവാനെ എനിക്ക് അങ്ങേ മനസ്സിലാക്കാനുള്ള ശക്തിയില്ല, പക്ഷെ ഞാൻ അല്പം ശ്രമിക്കുകയാണ് എന്നുള്ള ആ ചിന്താഗതി കൊണ്ട് വേണം നമ്മൾ ഭഗവാനിലേക്ക് പറയാൻ. അപ്പൊ നമ്മുടെ ആ ഒരു കൃഷ്ണന്റെ നിത്യദാസനാണെന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മറക്കാതെ നമ്മള് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഭഗവാനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ഭക്തിയുത സേവനത്തിലേക്ക് എത്തും. കാരണം എന്ത് ചെയ്യും? നമ്മൾ സാധാരണയായി ഭഗവാനെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഭഗവാൻ കഴിവതും നമ്മൾ പ്രേ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? ഒരു മാല ഉണ്ടെങ്കിൽ നമ്മുടെ മാല കെട്ടിയിടാമെങ്കിൽ മാല കെട്ടിയിടും. അല്ല, നമുക്ക് പൂവ് വാങ്ങിച്ചതില്ല, മാല കെട്ടാൻ പറ്റി, എവിടെ നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു പൂവുണ്ടെങ്കിൽ നമ്മൾ പൂവെടുത്ത് ഭഗവാൻ കൊണ്ടുവെക്കും. അങ്ങനെ നമ്മൾ ഏത് രീതിയിലും വലിയ പണം മുടക്കി അല്ലെങ്കിൽ പോലും ഭക്തിയുത സേവനത്തിലേക്ക് നമ്മൾ എത്തും. ഡിവോഷണൽ സർവീസ് നമ്മുടെ പ്രത്യേകതയായി മാറും. അങ്ങനെ നമ്മൾ പ്യുവർ ഗുഡ്നെസ്സിൽ നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ കൃഷ്ണനോടുള്ള സ്നേഹം ആരംഭിക്കും. നമ്മുടെ ഹൃദയം സോഫ്റ്റായി മാറും. അപ്പോൾ എന്താണ്? നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഭഗവാനോടുള്ള ഒരു പൊസസീവ്നെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രേമഭാവത്തിലെത്തും. അപ്പം ആ ഒരു ഭഗവാനെ അല്ലാതെ എനിക്ക് വേറെ ആരെയും വേണ്ട എന്നുള്ള ഒരു ഭാവത്തിൽ എത്തുമ്പോൾ അതാരൊക്കെയാണ് അങ്ങനെ എത്തിയത്? ആർക്കെങ്കിലും എക്സാമ്പിൾ പറയാമോ? ആരൊക്കെ എത്തി? ഇപ്പൊ നിങ്ങൾ രാവിലെ ഭാഗവതി പഠിച്ചുകൊണ്ടിരിക്കുന്നു, ആരെ കുറിച്ചാ പഠിക്കുന്നേ? ഭീഷ്മ പിതാമഹനെ. ഭീഷ്മ പിതാമഹനെ, പിന്നെ പ്രഹ്ലാദ് മഹാരാജാവ്, ഉദ്ധവര്, അല്ലേ? അവരൊക്കെയും നമ്മൾ എന്ത് ചെയ്തു? ധ്രുവന്, ഉദ്ധവര്, ഭീഷ്മ പിതാമഹൻ, ഇവരൊക്കെ എന്ത് ചെയ്തു? ആ ഒരു ഭാവത്തിലേക്ക് എത്തി. അപ്പം ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കണ്ടാമിനേഷൻസിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സ് ഫ്രീ ആയി ഫെയിം, ഫെയ്ത്ത്, ടേസ്റ്റ് ഫോർ ഹിയറിങ്, അതുപോലെ ചാൻഡിങ് വഴി ഡീപ്പ് അറ്റാച്ച്മെന്റ് ടു ഭഗവാൻ, അത് നമ്മൾ നേടിയെടുക്കണം. അങ്ങനെ കൃഷ്ണനുള്ള ഒരു പ്രേമം നമ്മുടെ മനസ്സിൽ വളർത്തി അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഭാവത്തിലേക്ക് എത്തും. ഭാവത്തിലേക്ക് എത്തുന്നത്, ആ ഭാവത്തെ പിന്നെ നമുക്ക് പ്രേമ സ്റ്റേജിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പം നമ്മള് ഭക്തി പ്രോഗ്രസ് ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പം ഇവിടെ നമ്മള് സ്ഥിതപ്രജ്ഞനെ പഠിച്ചു, അവിടെ നിന്ന് ഭക്തിയെ പ്രോഗ്രസ് ചെയ്തു കൊണ്ടുപോകാൻ ഏതെല്ലാം സ്റ്റെപ്പുകളാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞ് നമുക്ക് ക്ലാസ് നിർത്താം. എന്തൊക്കെയാണത്? ആദ്യം നമുക്ക് എന്ത് വേണം? ശ്രദ്ധ വേണം, ഇല്ലേ? ആർക്കെങ്കിലും അറിയാവുന്നവര് പറഞ്ഞോളൂ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ 9 സ്റ്റെപ്പ് എന്തൊക്കെയാണെന്നുള്ളത്. സ്റ്റെപ്പ് ടു ഭക്തി പ്രോഗ്രസിലേക്കുള്ള 9 സ്റ്റെപ്സ്. ആദ്യം ശ്രദ്ധ വേണം, പിന്നെ എന്ത് വേണം? സാധുസംഗം വേണം, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, ശ്രദ്ധ, ശുചി, ആസക്തി, ഭാവം, പ്രേമം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എവിടെ വരെ ഉള്ളൂ? നിഷ്ഠ വരെ ഉള്ളൂ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ബാക്കിയൊക്കെ ഭഗവാനാണ് തരേണ്ടത്. ആദ്യം നമ്മൾ ശ്രദ്ധ എടുക്കണം. ഈ ശ്രദ്ധയുള്ളവരായിരിക്കുക. ശ്രദ്ധ എന്ന് വെച്ചാൽ ഫെയ്ത്ത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ സാധുസംഗം, ഭജനക്രിയ, അതുപോലെ അനർത്ഥ നിവൃത്തിയായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നിഷ്ഠയിലാകും. ഭഗവാൻ വേണമെന്നുള്ള ആ ചിന്താഗതിയിലാകും. അങ്ങനെ ആ നിഷ്ഠയിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് വീണ്ടും അതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഭഗവാൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഭഗവാന്റെ ചിന്താഗതികൾ അല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും നമ്മളിൽ ആ രുചി ഉണ്ടാകും. പിന്നെ ഭഗവാൻ പറ്റില്ല എന്നുള്ള ആസക്തിയിൽ നമ്മൾ പെടും. ആസക്തി വന്നിട്ട് അത് ഭാവമാകും, അത് പ്രേമമായിട്ട് ഭഗവാനെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ അവിടെ ഫാമിലി ഫിക്സസിൽ നമ്മൾ
എത്രമാത്രം ചെയ്യാമോ ആ ഡിവോഷൻ സർവീസിലാകും. അങ്ങനെ അറ്റാച്ച്മെന്റ്, ഭഗവാനുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാകുകയും ചെയ്യും. അപ്പം കൃഷ്ണാബോധത്തിൽ പൂർണ്ണമായി മുഴുകിയവർക്ക് സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് മുകുന്ദന് പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്തു കഴിഞ്ഞാൽ മറ്റാരോടും ഒരു ബാധ്യതയും ഉണ്ടാകുകയില്ല. അതാണ് ഒരു ശ്ലോകം പറയുന്നത്. ദേവർഷി ഭൂതാപ്ത നൃണാംബതൃണാം നകിങ്കരോ ന്യായം നീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം യഥോ മുകുന്ദം പരിഹൃത്യ കർത്തും എന്ന് പറഞ്ഞാൽ ആ ഒരു ഭഗവാനിൽ തന്നെ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദേവന്മാരോടോ ഋഷിമാരോടോ ഭൂതങ്ങളോടോ കുടുംബക്കാരോടോ സമൂഹത്തോടോ രാജ്യത്തോടോ ആരോടോ ഒന്നും ബാധ്യതയില്ല. എല്ലാം ഇങ്ങനെ മുടിയിരിക്കുന്നവർക്ക് എല്ലാം ചെയ്തു കൊടുക്കേണ്ട കടമ ആരിൽ നിക്ഷിപ്തമാണ്? ഭഗവാനിൽ നിക്ഷിപ്തമാണ് എന്നത്. അപ്പൊ ആദ്യം മനസ്സിനെ എന്താക്കി മാറ്റണം? മനസ്സിനെ ഡിസൈഴ്സ് കുറയ്ക്കുക. അങ്ങനെ നമ്മള് മുന്നോട്ട് പോയാൽ ആ സ്റ്റേജിൽ എത്താൻ ഭഗവാൻ സഹായിക്കട്ടെ എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. സമയമായല്ലോ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അറിഞ്ഞില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. എല്ലാരും ഒരുപാട് പുതിയ ആൾക്കാരാണ്. രാവിലത്തെ ക്ലാസ്സിലുള്ളവരല്ല, മിക്കവാറും പുതിയ ആൾക്കാരാണ് ഭക്തിയില്. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ദയവായി ചോദിക്കുക. മാജി എന്തിനും ആൻസർ ഉണ്ട് മാജിക്ക്. ദയവായി ചോദിക്കുക. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ട് നാളത്തെ ക്ലാസ്സിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കണം. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാഗവതം ക്ലാസ് എത്ര മണിക്കാണ്? രാവിലെ 8 മണി മാജി. രാവിലെ 8 മണി. സെയിം ലിങ്ക് തന്നെയാണ് മാജി. ഓ ശരി. ഞായറൊഴിച്ച് എല്ലാ ദിവസവും ഭഗവാന്റെ കൃപയാൽ രാവിലെ 8 മുതൽ 9 മണി വരെ. മാതാജി പുതിയ ആളാണോ? അതെ, ഞാൻ 2-3 ദിവസം കൊണ്ട് കയറുന്നുണ്ട്. ഓഹോ, എവിടെയാണ് സ്ഥലം? ഞാനിങ്ങ് ആറ്റിങ്ങലാണ്. ഓ, ഇവിടെയാണല്ലേ. സ്വാഗതം മാജി, സ്വാഗതം.